ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. എക്സിറ്റ് പോളുകൾക്ക് വില കൽപ്പിക്കുന്നില്ലെന്നും മൂന്നാം LDF സർക്കാർ അധികാരത്തിൽ വരുമെന്നും UR പ്രദീപ് MLA പറഞ്ഞു. എക്സിറ്റ് പോളുകൾക്ക് വിശ്വാസ്യതയില്ലെന്നും ഇടതുപക്ഷ സർക്കാർ ഇത്തരം പ്രവചനങ്ങളെ ഗൗരവമായി കാണുന്നില്ലെന്നും UR പ്രദീപ് പ്രതികരിച്ചു. 2016-ൽ താൻ പരാജയപ്പെടുമെന്ന് പ്രവചിച്ച എക്സിറ്റ് പോളുകളെ ജനം തള്ളിയ ചരിത്രമുണ്ടെന്നും പ്രദീപ് കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷം എക്സിറ്റ് പോളിനെ ഒരു ഗൗരവമായി എടുത്തിട്ടില്ല. കാരണം 2016-ൽ എക്സിറ്റ് പോൾ പറഞ്ഞതാണ് ചേലക്കരയിൽ UR പ്രദീപ് തോറ്റുകൊണ്ട്. തൃശ്ശൂർ ജില്ലയിൽ 13 മണ്ഡലങ്ങളിലും 12 ജയിക്കും, ചേലക്കര പോകും എന്ന് അന്ന് എക്സിറ്റ് പോൾ പറഞ്ഞതാണ്. അന്നത് വളരെ ഭയത്തോടു കൂടി നോക്കിക്കണ്ടപ്പോൾ ജനം വളരെ കൃത്യമായി കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളെല്ലാം മനസ്സിലാക്കി അതനുസരിച്ച് തുടർ ഭരണം അല്ലെങ്കിൽ തുടർച്ചയായി ഇടതുപക്ഷത്തിന് സഹായിച്ച ഒരു മണ്ഡലം കൂടിയാണ്. ശേഷം 2021-ൽ നാം കണ്ടതാണ്. 2021-ലെ എക്സിറ്റ് പോൾ പറഞ്ഞതാണ് കേരളത്തിൽ വീണ്ടും UDF അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് അന്ന് പറഞ്ഞതാണ്. എന്നാൽ അതെല്ലാം ജനം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് യഥാർത്ഥ ഒരു തീരുമാനമെടുത്തത്. ഇക്കുറിയും അത് സംഭവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എക്സിറ്റ് പോൾ എല്ലാം അത് എങ്ങനെയാണ് അവർ കണക്കാക്കുന്നതെന്ന് നമുക്കറിയുന്നില്ല. പക്ഷെ ഇവിടെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം നല്ല ഉറപ്പോടുകൂടിയാണ് നിൽക്കുന്നത്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി തവണ വീണ്ടും മൂന്നാം വട്ടം ഇടതുപക്ഷ സർക്കാർ വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.